ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു 5-6 മാസമായിന്ന് തോന്നുന്നു ഞങ്ങളുടെ കോളേജ് ട്രിപ്പ് പോയി കഴിഞ്ഞതിന് ശേഷം. ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങൾ എവിടെയാണ് പോകുന്നത്, ഈ ടൂർ പോകുന്നതിന് എന്തിനാണ് ഇത്രയും പേപ്പറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതെന്നൊക്കെ ആയിരിക്കും. കാരണം ഇതൊരു കോളേജ് ടൂറാണെങ്കിലും ശരിക്കും ഇതൊരു സ്റ്റഡി ടൂറാട്ടോ. ഞങ്ങൾ MSc ബോട്ടണി സ്റ്റുഡൻസാണ്. അപ്പം ഞങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിസിറ്റ് ചെയ്യാനും അതിൻ്റെ കൂടെ ഞങ്ങളൊരു ചെറിയൊരു ടൂർ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ട്രാവലറിലാണ് പോകുന്നത്. അപ്പോൾ വണ്ടി താഴെയായിരുന്നു കേട്ടോ പാർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങളുടെ ടീച്ചറും ഞങ്ങളുടെ കൂടെ ഒരു ടീച്ചറും ഞങ്ങളുടെ സാറുമാണ് വരുന്നത്. അപ്പോൾ സാർ ഇപ്പം ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യത്തില്ല. അപ്പം ഞങ്ങളുടെ പാരൻസിനൊക്കെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ വണ്ടി എടുത്തു. അപ്പോൾ വണ്ടിയിൽ ആദ്യം കയറിയപ്പോഴും നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ എപ്പോഴും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങ് ഫുൾ ഓണായി ഡാൻസ്, പാട്ട്. പിന്നെ ഇതൊരു ഗേൾസ് ഓൺലി ട്രിപ്പാട്ടോ. കാരണം ഞങ്ങളുടെ ക്ലാസ്സിൽ ബോയ്സ് ആരും ഇല്ല, ഞങ്ങൾ ഗേൾസ് മാത്രമേ ഉള്ളൂ. അപ്പം ഫുൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഗേൾസ് ഓൺലി ട്രിപ്പിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. പിന്നെ ഞാൻ പറയാമല്ലോ, ഇത് നമുക്കൊരു ഫുൾ അടിച്ചുപൊളിയൊരു ട്രിപ്പായിരിക്കത്തില്ല. നമുക്ക് കൂടുതലും ഇൻസ്റ്റിറ്റ്യൂഷണൽ വിസിറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങളതിനെ ഒരു കോളേജ് ടൂറും മോഡലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും ഒന്ന് അവിടെ ഇരുന്നെങ്കിലും പിന്നെ ആയപ്പോൾ എല്ലാവരും ഡാൻസും പാട്ടും ഒന്നും പറയണ്ട, ഒരു രസം തന്നെയായിരുന്നു. പിന്നെ ഇതിനകത്തിപ്പോൾ എല്ലാവരും ഇല്ല, കുറച്ച് പേര് പോകുന്ന വഴിയിൽ ജോയിൻ ചെയ്യത്തേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് നിർത്തി. എനിക്ക് സ്ഥലം ഇപ്പോൾ ഓർമ്മയില്ല ഞങ്ങൾ എവിടെയാണ് നിർത്തിയെന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ അന്നപൂർണയിലാട്ടോ കയറിയത്. പക്ഷെ അവിടെ ചെന്നപ്പം ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയെടുത്ത് വേറൊരു ഹോട്ടലിൽ പോയി. അവിടെ ഞങ്ങളെല്ലാവരും, എനിക്ക് തോന്നുന്നു ഞങ്ങൾ പലരും നെയ്റോസ്റ്റ്, പൂരി അതൊക്കെ ആട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ടീച്ചർ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് അപ്പവും മുട്ടക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ടീച്ചറും സാറുമാണ് വരുന്നത്. അപ്പോൾ സാറ് ഇപ്പം ജോയിൻ ചെയ്യത്തില്ല, സാറ് ആലുവ എത്തിയിട്ടാട്ടോ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ പതുക്കെ ഞങ്ങളുടെ വീണ്ടും യാത്ര ആരംഭിച്ചു. പിന്നെ ഫുൾ വണ്ടിയിൽ അടിച്ച് പൊളി പാട്ടും ഡാൻസും. എനിക്കിതൊക്കെ നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് കാരണം എനിക്കത് പറ്റില്ല. അപ്പോൾ ആലുവ എത്തിയപ്പോൾ ഞങ്ങളുടെ സാറ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. സാറ് ഞങ്ങളുടെ മെൻറ്ററാട്ടോ, ക്ലാസ് ടീച്ചറാണ് സാറ്. അപ്പം സാർ ഇങ്ങനെ വന്നിട്ട് നോക്കുമായിരുന്നു എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ടോ, ഇനി ആരൊക്കെയാണ് വരാനുള്ളത്, അവരൊക്കെ ഇനി എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നതൊക്കെ സാർ ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഞങ്ങളുടെ കൂടെ. അങ്ങനെ പതുക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ എവിടെയെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. ബാക്കി എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, അത് ഞാൻ നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഞാൻ പറയാം എവിടെയാണ് പോകുന്നതെന്ന്. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലെത്തി. അപ്പോൾ എല്ലാവരും നോക്കുക കേട്ടോ, ഓക്കെ ആണോ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു എല്ലാവരും. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ നമുക്ക് ഹോട്ടലുകാർ അവിടെ അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ, സീറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ എല്ലാവരും ബിരിയാണി, ചിലർ കുറച്ച് പേര് എനിക്കൊന്ന് ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോയമ്പത്തൂരും ഊട്ടിയാണ് ടൂർ പോകുന്നത്. കൂടുതൽ ദിവസവും നമ്മൾ കോയമ്പത്തൂരായിരിക്കും, കാരണം ഞങ്ങൾ അവിടുത്തെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിനകത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, BSI എന്ന് പറയുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയപ്പോഴാണ് അവിടെ നിന്ന് കുറച്ച് പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം, നമുക്ക് മലമ്പുഴ ഡാം ഒന്ന് കാണാൻ പോവാമെന്ന്. പക്ഷേ നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എല്ലാം സക്സസ് ആവുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഡാമും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നൊരു ചായയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. പിന്നെ നൈറ്റായ സമയത്ത് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് ആ വണ്ടിയിൽ ആ ലൈറ്റൊക്കെ ഇട്ട് നിന്ന് ഫുൾ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. എനിക്കത് സത്യമായിട്ട് നിങ്ങളതൊന്ന് കേൾപ്പിക്കണമെന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാം ഗൈസ്, നമുക്കത് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് എനിക്കത് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗിനകത്ത് നിങ്ങൾക്ക് ഞങ്ങളവിടെ കോയമ്പത്തൂർ എത്തുന്ന വരെയുള്ളത് മാത്രമേ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പം തന്നെ നമുക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്.
അപ്പോൾ അത് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരുവിധം ഡാൻസൊക്കെ കളിച്ച് ഏകദേശം ഒരു 11-11:30 ആയപ്പോൾ നമ്മൾ കോയമ്പത്തൂരെത്തി. ഞാൻ മുമ്പും കോയമ്പത്തൂർ പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പം ഭയങ്കരമായിട്ട് അവിടെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഒരു ഹോട്ടലിൽ കയറി. കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മളൊക്കെ വളരെ സൂക്ഷിച്ചൊക്കെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ രാത്രിയിലത്തുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെ നമുക്ക് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ പുറത്ത് ഹോട്ടലിലോ കാര്യങ്ങളിലോ ഒന്നും അല്ല കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ BSAയിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ എത്തി. പിന്നെ ഞങ്ങളുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ്. എനിക്കറിയില്ല, ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലുള്ള സ്റ്റുഡൻസിനെ മാത്രമേ അവരിതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പതുക്കെ ഞങ്ങൾ റൂമിലോട്ട് പോയി. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്കൊന്നും ഉറക്കം വരത്തില്ല, ഫുൾ ഡാൻസും റീലെടുപ്പും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അടുത്ത പാർട്ടിലായിരിക്കും വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ ബൈ.